വിൽസണിലേക്ക് സ്വാഗതം. ഞാൻ ഷെഫി പാഞ്ഞാൽ. ഞാൻ ഒരുപാട് ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു വാഹനം ഇന്ന് കേരളത്തിലെത്തി അറിഞ്ഞപ്പോൾ ഓടി വന്നതാണ് നമ്മുടെ ടാറ്റ കർവ്. നിങ്ങളും ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്നുണ്ടാവും. വാങ്ങാനല്ലേ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ ഇതിനെ പറ്റി അറിയാനല്ലേ. കാരണം ഒരു പ്രത്യേക രൂപത്തിലുള്ളൊരു വാഹനമാണ് ടാറ്റ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ രൂപത്തിൽ മാത്രമല്ല കേട്ടോ, ഞെട്ടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് എറണാകുളത്തുള്ള ഇരുമ്പനം എന്ന് പറഞ്ഞ സ്ഥലത്ത് ലെക്സോൺ ടാറ്റയിലാണ്. കേരളത്തിലെ ആദ്യത്തെ കർവ് EV ഇവിടെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നും നോക്കിയില്ല, നേരെ ഇങ്ങോട്ട് പോകുന്നു. ഇതിൽ ഞെട്ടിക്കുന്ന ഫീച്ചർ എന്താ അറിയോ, ഈ വാഹനത്തിൽ നിന്ന് നമുക്ക് മറ്റൊരു ഇലക്ട്രിക് വാഹനം ചാർജ് ചെയ്യാം. എങ്ങനെയുണ്ട്? ഇപ്പോൾ ഒരു നെക്സോൺ നിങ്ങൾ ചാർജ് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ കർവ് ആയിട്ട് വന്ന് ആദ്യത്തെ ചാർജ് കൊടുത്തിട്ട് നമുക്ക് നെക്സോൺ ചാർജ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ മറ്റുള്ള ഡിവൈസ് വെഹിക്കിൾ ടു ലോഡ്, വെഹിക്കിൾ ടു വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ പ്രീമിയം ഫീച്ചേഴ്സ്, പ്രീമിയം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പ്രീമിയം ആയിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരുപാട് ഫീച്ചേഴ്സ് കുത്തി അറിഞ്ഞിട്ടാണ് ടാറ്റ കർവ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ നോക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലുക്ക് കാരണമാണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം, വ്യത്യസ്തമായിട്ടുള്ളൊരു ബാലനാണ് നമ്മുടെ ടാറ്റ കർവ് എന്ന് പറയാം. അതിന് കാരണക്കാരൻ ഫ്രണ്ട് ലുക്കല്ല. ഫ്രണ്ടിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് മറ്റൊരുപാട് ടാറ്റ വാഹനങ്ങളുമായിട്ട് നമുക്ക് സാമ്യം കാര്യങ്ങളൊക്കെ തോന്നും. അത് A പില്ലർ വരെ അങ്ങനെയാണ്, B പില്ലർ വരെ അങ്ങനെയാണ്. പക്ഷേ അത് കഴിഞ്ഞ് അങ്ങോട്ട് പുറകിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അതൊരു നോർമൽ കാറല്ല, നമ്മൾ ഇന്ത്യക്കാർക്ക് അത്ര കണ്ട് പരിചയമുള്ളൊരു മോഡലല്ല എന്നുള്ളതിൽ. അപ്പോൾ വിശദമായിട്ട് നമുക്ക് അതിനെക്കുറിച്ചിട്ട് പറയാം. ഇത് ഇന്ത്യക്കാർക്ക് പരിചയമില്ല എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഈ ഒരു ബോഡി ടൈപ്പ് വരുമെന്നല്ല. ഇന്ത്യയിൽ ഈ ഒരു ബോഡി ടൈപ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് പറയുന്ന പോലെ SUV കൂപ്പെ എന്നുള്ളതാണ് ഈ ഒരു ബോഡി ടൈപ്പിനെ വിശേഷിപ്പിക്കുന്നത്. നമ്മൾ ഹാച്ച് ബാക്ക് സെഡാൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു കൂപ്പെ ഡിസൈനാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത്. ബാക്ക് കുറച്ചുകൂടി ഉയർന്നിട്ടായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഡിസൈനിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. കാരണം പാളിപ്പോയി കഴിഞ്ഞാൽ തീരുമാനമായി എന്ന് പറയാം. നമുക്ക് ഷെവർലെ അടക്കമുള്ള ഒരുപാട് ബ്രാൻഡുകൾ ഇന്ത്യയിൽ ഇത്തരത്തിലൊരു ബോഡി ടൈപ്പ് പരീക്ഷിച്ച് തോൽവി ഏറ്റുപറഞ്ഞ് മടങ്ങിപ്പോയതാണ്. അപ്പോൾ ടാറ്റ വരുമ്പോൾ നമുക്ക് എന്തായാലും അങ്ങനെ ആയിരിക്കില്ല. കാരണം ടാറ്റ എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. ഒരു വിദേശ ബ്രാൻഡ് ഇത്തരത്തിലൊരു ബോഡി ടൈപ്പ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇറക്കുന്ന പോലെയല്ല. ടാറ്റ ഇറക്കുന്ന സമയത്ത് അതിന് കുറച്ചുകൂടി സ്വീകാര്യത ഉണ്ട്, കുറച്ചുകൂടി അഫോർഡബിൾ ആകുന്ന രൂപത്തിലൊക്കെ ആയിരിക്കും ഇറക്കുക എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിൽ ഒരുപാട് പ്രത്യേകതകളാണ് കർവ്. നമുക്ക് ആദ്യമായിട്ട് നിങ്ങൾ ബോർഡ് കാണുന്ന പോലെ Curve.ev എന്ന് കാണില്ലേ, EV ആണ് ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു മോഡലിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. കർവിൻ്റെ തന്നെ നമുക്ക് പെട്രോളും ഡീസൽ വാഹനങ്ങളും ഒക്കെ വരാൻ ഇരിക്കുന്നുണ്ട്. ഒരു മാസത്തിനകത്ത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമെന്നാണ് അറിഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കർവ് EV നമുക്ക് പ്രധാനമായിട്ട് 5 വേരിയൻറ്റിലാണ് വരുന്നത്. ഒന്ന് ക്രിയേറ്റീവ്, അക്കംപ്ലിഷ് പ്ലസ് S, എംപവേർഡ് പ്ലസ് A. ഇതാണ് 5 വേരിയൻറ്റ് പ്രധാനമായിട്ട് വരുന്നത്. ഇനി ഇതിൽ തന്നെ നമുക്ക് 2 ടൈപ്പ് ബാറ്ററി പാക്ക് വരുന്നത്. 45 കിലോ വാട്ടും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു 55 കിലോ വാട്ടും വരുന്നുണ്ട്. അപ്പോൾ ആ രൂപത്തിലൊക്കെ വാങ്ങുന്നതുകൊണ്ട് തന്നെ മൊത്തത്തിൽ നോക്കുമ്പോൾ 7 വേരിയൻറ്റ് വരെ നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം എന്ന് പറയാം. അപ്പോൾ വേരിയൻറ്റ് വൈസ് വ്യത്യാസങ്ങൾ നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഓരോ വേരിയൻറ്റിൽ എന്തൊക്കെയാണെന്നുള്ളത്. നമ്മൾ LED DRLും അതുപോലെ തന്നെ LED ഹെഡ്ലാമ്പ്സും ഒക്കെ ബേസ് ചെയ്യാനായിട്ടുള്ള ക്രിയേറ്റീവ് തൊട്ട് തന്നെ ടാറ്റ നൽകിയിട്ടുണ്ട്. അതായത് DRL നമുക്ക് ഇവിടെ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, LED ഹെഡ്ലാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ ഈ കാണുന്നത് ഏറ്റവും ടോപ്പിൻ്റെ വേരിയൻ്റ് ആണ്. എംബോർഡ് പ്ലസ് A എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിൻ്റെ വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം ഫീച്ചേഴ്സ് ഇതിൽ കാണാം, കുറച്ച് ഭംഗി കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ കാണാനായിട്ട് സാധിക്കും. അതിൽ പ്രധാനമായിട്ട് പ്രൊജക്ടർ ഹെഡ്ലാമ്പ് നമുക്ക് ആവുന്നുണ്ട്. അത് അക്കംപ്ലിഷ് എന്ന് പറയുന്ന 2ാമത്തെ വേരിയൻറ്റ് മുതലാണ് നമുക്ക് ആവുന്നത്. അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് കാണാനായിട്ട് സാധിക്കും. അത് നമുക്ക് 2ാമത്തെ വേരിയൻറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ഭംഗി കൂട്ടുന്ന സംഭവം 2ാമത്തെ വേരിയൻറ്റ് എടുക്കുന്നവർക്ക് ലഭിക്കുള്ളൂ എന്ന് പറയാം. മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ DRL ഈ ഭാഗത്ത് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. അതല്ലാതെ മൊത്തത്തിൽ ഈ ഒരു കണക്റ്റിംഗ് ടൈപ്പ് രൂപത്തിൽ നമുക്ക് 2ാമത്തെ വേരിയൻറ്റ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു സെൻട്രൽ പൊസിഷൻ ലാമ്പ് എന്നുള്ള രൂപത്തിലുള്ള ഒരു വർക്കിംഗ് കാര്യങ്ങൾ മാത്രമാണ് 2ാമത്തെ വേരിയൻറ്റിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ടോപ്പ് വേരിയൻറ്റ് പോകുമ്പോഴാണ് നമുക്ക് സ്മാർട്ട് ഫംഗ്ഷൻ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത്. അതായത് നമുക്കറിയാം വെൽക്കം ഗുഡ് ബൈ ഫംഗ്ഷൻസ് ഒക്കെ നമുക്കിതിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ലോക്ക് ചെയ്യുന്ന സമയത്തും അൺലോക്ക് ചെയ്യുന്ന സമയത്തും ഡാൻസ് ചെയ്യുന്ന പോലുള്ള ഫീച്ചേഴ്സ് കണ്ടോ. അതുപോലെ തന്നെ നമ്മൾ വാഹനം ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ ആ ഒരു ലൈറ്റ് വഴി തന്നെ നമുക്ക് അതിന് ഇൻഡിക്കേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കും. അപ്പോൾ അത്തരത്തിൽ സ്മാർട്ട് ആവുന്നത് ടോപ്പിൽ വേരിയൻറ്റിലാണ് എന്ന് പറയാം. അതാണ് അവിടെ വരുന്ന ഒരു വ്യത്യാസം. ഇതാണ് നമ്മുടെ കർവ് EVയുടെ ഒരു കീ വന്നിട്ടുള്ളത്. ഓക്കെ, ഇമാതിരി ക്ലാസിക് സാധനമാണ്. നോക്ക്, ഒരു രക്ഷയില്ല കേട്ടോ. ഹോൾഡ് ചെയ്യാനൊക്കെ വളരെ വില കൂടിയത് ഒരു പ്രീമിയം വാഹനത്തിൻ്റെ കീ ഹോൾഡ് ചെയ്യുന്ന പോലെയുണ്ട്. നൈസായിട്ട് അതിൽ ഈ ഒരു ഡോട്ടുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ 1, 2, 3, 4 എന്നിങ്ങനെയുള്ള ഡോട്ടുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അത് നൈസാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ മറന്നു പോയാൽ നമുക്ക് 1ൽ നമുക്ക് ലോക്കാണ്, 2ൽ ബൂട്ടാണ്, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ആ ഒരു ഡോട്ട് നമുക്ക് തപ്പിയാൽ തന്നെ വാഹനത്തിൻ്റെ അൺലോക്കിംഗ് പരിപാടികളൊക്കെ ഈസി ആയിരിക്കും എന്ന് പറയാം. പിന്നെ കുറച്ച് മാറ്റങ്ങൾ ഇവിടെ പറയാനുള്ളത്, 360 ഡിഗ്രി ക്യാമറയുടെ ഭാഗമായിട്ടുള്ള ഫ്രണ്ട് ക്യാമറ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസേഴ്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ്, റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് പോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ലഭിക്കുന്നത് അക്കംപ്ലിഷ്ഡ് പ്ലസ് എന്ന് പറയുന്ന നമ്മുടെ 3ാമത്തെ വേരിയൻറ്റ് തൊട്ടിട്ടാണ് ആ ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ EV ആണ് കാണുന്നത് പറയുന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ഒരു ബമ്പറിൻ്റെ താഴെയുള്ള ഈ ഒരു ഡിസൈനൊക്കെ നമുക്ക് പെട്രോൾ ഡീസലിലേക്ക് വരുമ്പോൾ ചെറിയ രൂപത്തിൽ മാറുന്നുണ്ട്. ഇതിൽ EVയിലാണ് നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഫീച്ചർ വന്നുള്ളത്. ഇത് ഇവിടെ ഉണ്ടോ, ഇതൊരു ഡിസൈനാണ്. ഇവിടെ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇവിടെ ആ ഒരു ഫിസിക്കലായിട്ട് ആ ഒരു ക്രോം എലമെൻറ്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ആ ഒരു
തോന്നിപ്പിക്കുന്ന രൂപത്തിലാണ് മനോഹരമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് എന്ന് പറയാം. ചെറിയൊരു എയർ ഡാം കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ്. അതുപോലെ തന്നെ നമുക്കിതിന് ഇവിടെയാണ് നമ്മുടെ ചാർജിങ് പോയിന്റ് വന്നുള്ളത്, ഫ്രണ്ടിലാണ്. നമുക്കറിയാം ഇത്രയും കാലം ടാറ്റ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ EVകളൊക്കെ ഓൾറെഡി മാർക്കറ്റിലുള്ള നെക്സോൺ അതുപോലെ ടിയാഗോ പോലുള്ള വാഹനങ്ങളെ ഇലക്ട്രിക് ആക്കി മാറ്റിയായിരുന്നു. പക്ഷേ കഴിഞ്ഞ 5 മുതലാണ് ഇത്തരത്തിൽ പൂർണ്ണമായിട്ടും EVകൾക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു പ്ലാറ്റ്ഫോമിൽ വാഹനങ്ങൾ ഇറക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിൽ തന്നെ പെട്ട ഒരു വാഹനമാണ് കർവ് EV എന്ന് പറയാം. അതുകൊണ്ടാണ് നമുക്ക് മുൻവശത്ത് അത്ര ചാർജിങ് പോയിന്റ് വന്നിട്ടുള്ളത്. 5Gയുടെയും ചാർജിങ് പോയിന്റ് നമുക്ക് മുന്നിലാണ് വരുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് മുൻവശത്ത് പ്രധാനമായിട്ട് പറയാനുള്ളത്. നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് കാണുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അഡാസ് ഫീച്ചേഴ്സിൻ്റെ ഭാഗമായിട്ടുള്ളൊരു റഡാർ സിസ്റ്റം നമുക്ക് മുകളിൽ കാണാനായിട്ട് സാധിക്കും. ഇനി വശങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 18 ഇഞ്ചിൻ്റെ ടയർ സൈസാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ശരിക്കും പറഞ്ഞാൽ മിനിമം 18 ഇഞ്ചെങ്കിലും വേണം ഈ വാഹനത്തിന് ഭംഗി കിട്ടാനായിട്ട് എന്ന് പറയാം. കാരണം റിയറിലേക്ക് വരുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ആശങ്കപ്പെട്ട സാധനം ഈ ഒരു ഭാഗമായിരുന്നു. അതായത് ഇത്രയും ഉയർന്നു നിൽക്കുന്ന ഒരു പ്രൊഫൈലാണ് നമുക്ക് റിയർ ഭാഗത്തിനുള്ളത്. അപ്പോൾ ചെറിയ ടയർ അവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മടുപ്പുണ്ടാക്കും എന്നുള്ള ഉറപ്പാണ്. പക്ഷേ ഒരു 18 ഇഞ്ച് ഓക്കെ ആണെന്ന് പറയും. ഇതിൽ മുകളിൽ ഇടാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. എന്നാൽ ആ ഒരു പ്രൊപ്പോർഷൻ കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ എന്നുള്ളത് പറയാം. എന്തായാലും ഫുൾ ഓപ്ഷനിൽ എംപവേർഡ് എന്ന് പറയുന്ന വേരിയൻറ്റ് നമുക്ക് 18 ഇഞ്ച് തന്നെ നമ്മുടെ കമ്പനി കൊടുത്തിട്ടുണ്ട്. 215 55 പ്രൊഫൈലുള്ള 18 ഇഞ്ചാണ് നൽകിയിട്ടുള്ളത്. ഇതിന് താഴേക്ക് വരുമ്പോൾ ബേസ് വേരിയൻറ്റിൽ നമുക്ക് 17 ഇഞ്ചായിരിക്കും, സ്റ്റീൽ വീലായിരിക്കും. അവിടുന്ന് മുകളിലേക്ക് അക്കംപ്ലിഷ് പ്ലസ് തുടങ്ങിയ വേരിയൻറ്റിലൊക്കെ നമുക്ക് 17 ഇഞ്ചാണ് ടയർ സൈസ് എങ്കിലും അലോയ്സ് ലഭിച്ചു തുടങ്ങുന്നുണ്ട് പറയാം. ഇതിലിപ്പോൾ അലോയ്സ് നമ്മൾ കാണുന്നത് അതിൽ എയറോഡൈനാമിക് എഫിഷ്യൻസിക്ക് വേണ്ടിയുള്ളൊരു ഡിസൈൻ കാര്യങ്ങളൊക്കെ കാണാം. 4 വീലിലും ഡിസ്ക് ബ്രേക്കുകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ 190 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ടുള്ളത്. ക്ലാഡിങ്ങൾ കണ്ടോ, ഫുൾ ഗ്ലോസി ബ്ലാക്കിലാണ് നമുക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. എന്ത് രസമാണെന്ന് നോക്കിയാൽ, മനോഹരമായിട്ട്. അപ്പോൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താൽ ആ ഒരു ഭംഗി എന്നും അങ്ങനെ നിലനിൽക്കുന്നു പറയാട്ടോ, ഒരു രക്ഷയില്ല. 4 വീലിലും ഡിസ്ക് ബ്രേക്കൊക്കെ നമുക്ക് ബേസ് വേരിയൻ്റ് പോലെ തന്നെ ലഭിക്കുന്നുണ്ട്. അതിലൊന്നും ഒരു കോംപ്രമൈസ് നമ്മുടെ ടാറ്റ വരുത്തില്ല. കാരണം സേഫ്റ്റിയുടെ കാര്യമാണല്ലോ. ഇനി മിററിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനും കഴിയുന്ന മിറേഴ്സാണ് ബേസ് വേരിയൻ്റ് മുതൽ നമുക്ക് നൽകിയിട്ടുള്ളത്. ഒരു വ്യത്യാസം മാത്രമല്ല, ഓട്ടോ ഫോൾഡ് ഫംഗ്ഷൻ. അതായത് നമ്മളിപ്പോൾ ഇത്തരത്തിൽ ലോക്ക് ചെയ്യുമ്പോഴും അൺലോക്ക് ചെയ്യുമ്പോഴും ഓപ്പൺ ആവുന്ന ഓട്ടോ ഫോൾഡ് ഫംഗ്ഷൻ മാത്രം നമുക്ക് അക്കംപ്ലിഷ് എന്ന് പറയുന്ന രണ്ടാമത്തെ വേരിയൻറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളൂ. ബാക്കി എല്ലാം നമുക്ക് ഒരു ബേസ് വേരിയൻറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് വന്നിട്ടുണ്ട്. അതിൽ തന്നെ ലൈറ്റ്സ് ഒക്കെ ആയിട്ട് ഒരു പ്രീമിയം ഫീൽ നമുക്ക് കാണുമ്പോൾ അത് ഈ ഒരു കളറിനും പ്രത്യേകത കേട്ടോ. ഈ ഒരു കളറും അത്തരത്തിലൊരു പ്രീമിയം ഫീൽ നമുക്ക് തോന്നിപ്പിക്കാനായിട്ട് നല്ല രീതിയിൽ പങ്കുവഹിക്കുന്ന ഒരു കളറാണ് എന്ന് പറയാം. വിർച്വൽ സൺറൈസ് എന്നാണ് ഈ ഒരു കളറിന് പറയുന്നത്. ബേസ് വേരിയൻറ്റിൽ ഇതും ഗ്രേയും ആണ് നമുക്ക് കിട്ടുക. അതിന് രണ്ടാമത്തെ വേരിയൻറ്റിലേക്ക് പോകുമ്പോൾ അത് രണ്ടും കൂടാതെ റെഡ് കളർ കൂടി ആഡ് ആവുന്നുണ്ട്. മൂന്നാമത്തെ വേരിയൻറ്റിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് 5 കളറായിട്ട് മാറുന്നുണ്ട്. എംബോർഡ് ഒരു വൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് 5 കളേഴ്സിലേക്ക് എത്തുന്നത് നമുക്ക് ഏറ്റവും ടോപ്പ് വേരിയൻറ്റിലാന്ന് പറയാം. ഇതാണ് നമ്മളേവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കർവ് EVയുടെ ഒരു റിയർ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസമായി വന്നിട്ടുണ്ട്. ഫോട്ടോസിൽ കാണുന്നതിനേക്കായി മനോഹരമായിട്ടാണ് എനിക്ക് നേരിട്ട് കാണുമ്പോൾ ഫീൽ ചെയ്തിട്ടുള്ളത്. ഫോട്ടോയിൽ എനിക്ക് ആ ഒരു ടയറിൻ്റെ സൈസ് ഒന്നും അത്ര നല്ലതായി തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്ന അറിയില്ല. എന്തായാലും ടാറ്റത്തിൻ്റെ പരസ്യങ്ങളിൽ പറയുന്നത് ഹെഡ് ടേണർ ഡിസൈൻ എന്നുള്ളതാണ്. അക്ഷരാർത്ഥത്തിൽ 100% ശരിയായിരിക്കും. നിങ്ങൾ റോഡിൽ ഒരു വാഹനം കൊണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ എന്തായാലും 4 ആൾ നിങ്ങളെ നിർത്തി ചോദിക്കും എന്താണ് എങ്ങനെയാണ് എന്ത് രസമായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഡിഫോഗർ വന്നിട്ടുണ്ട്. അതിൽ ഓട്ടോ ഡിഫോഗർ കാര്യങ്ങളൊക്കെ നമുക്ക് അക്കംപ്ലിഷ്ഡ് പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റിൽ ലഭിക്കുന്നുണ്ട്. ഒരു ചെറിയ കുഞ്ഞൊരു സ്പോയിലർ വന്ന് നമുക്കൊരു സ്പോർട്ടി വാഹനങ്ങളൊക്കെ കാണുന്ന പോലെ, ഒരു ഹൈ എൻഡ് സ്പോർട്സ് വാഹനങ്ങളൊക്കെ കാണുന്ന പോലുള്ളൊരു ഡിസൈനാണ് നമ്മുടെ സ്പോയിലറിന് കൊടുത്തിട്ടുള്ളത്. രസമായിട്ടുണ്ട് എന്ന് പറയാവുന്ന രൂപത്തിലാണുള്ളത്. പിന്നെ ഒരു ഗ്ലോസി ബ്ലാക്ക് നിരവധി സ്ഥലങ്ങളിൽ കാണാം. നമുക്ക് റൂഫിൽ നിങ്ങൾ കണ്ടു. അതുപോലെ സ്പോയിലർ, സൈഡിലെ ക്ലാഡിങ്ങുകൾ, അതുപോലെ ഷോൾഡർ ലൈന് എല്ലാം ഗ്ലോസി ബ്ലാക്കാണ് വന്നുള്ളത്. ഇത് പറയാൻ വിട്ടുപോയി, നമുക്ക് പാനോറമിക് റൂഫാണ് വന്നുള്ളത്. ചെറിയ സൺറൂഫ് എന്നല്ല, അതും വിശാലമായിട്ട് തന്നെ പാനോറമിക് കൊടുത്തിട്ടുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റിനെ കാണാം. അതിൽ GPS ഫംഗ്ഷൻ അടക്കമാണ് നൽകിയിട്ടുള്ളത് എന്ന് പറയാം. അപ്പോൾ പുറകിൽ ടൈലാകുമ്പോൾ നമുക്ക് കണക്റ്റഡ് ടൈപ്പാണ് വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വെൽക്കം ഫംഗ്ഷൻ സ്മാർട്ട് പരിപാടികളൊക്കെ നമുക്ക് ഫ്രണ്ടിൽ കണ്ട് അതേപോലെ തന്നെ റിയറിലും ലഭിക്കുന്നുണ്ട്. ടാറ്റയുടെ ലോഗോ അതിന് താഴെയായിട്ട് ചെറിയൊരു ക്യാമറ കാര്യങ്ങൾ കാണാം. HD ക്യാമറയൊക്കെ നമുക്ക് അക്കംപ്ലിഷ് എന്ന് പറയുന്ന രണ്ടാമത്തെ വേരിയൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ പിന്നെ 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. നമുക്കറിയാം കർവ് EV എന്നുള്ളതും ഗ്ലോസി ബ്ലാക്കിൽ തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കർവ് .EV. അതുപോലെ താഴേക്ക് വന്നാലും ലോവർ ബമ്പറിൻ്റെ ഏരിയയിൽ നമുക്ക് ഗ്ലോസി ബ്ലാക്ക് തന്നെയാണ് കാണാനുള്ളത്. പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. അതിൻ്റെ ഉള്ളത് ബൂട്ട് ലിഡിലായിട്ടും ആ ഒരു ഗ്ലോസി ബ്ലാക്ക് വന്നിട്ടുണ്ട്. റിഫ്ലക്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ കാണാം. അതൊക്കെ ഒരു ഇങ്ങനെ കാണുന്ന സമയത്ത്, അതായത് റിയർ ലുക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഏതോ വലിയൊരു സ്പോർട്സ് കാറാണ് തീർച്ചയായിട്ടും തോന്നിപ്പോകും. അത്തരത്തിലാണ് അതിൻ്റെ ഒരു ഡിസൈനിങ് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു പെട്രോൾ ഡീസലിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയുണ്ടാവില്ല എന്ന് പറയും. EVനേക്കാളും കുറച്ചുകൂടി അപ്പീലിംഗ് ആയിരിക്കും. അല്ലെങ്കിൽ ആ ഒരു എക്സോഷൻ നോട്ടും കൂടി വരുമ്പോഴാണ് നമുക്ക് ആ ഒരു അല്ലേ സ്പോർട്സ് കാർ എന്നുള്ളത് പൂർണ്ണമാവുള്ളൂ. അപ്പോൾ അതും കൂടി വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയുണ്ടാവില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് ബേസ് വേരിയൻറ്റ് മുതൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടോപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് ഗസ്റ്റർ കൺട്രോൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ അങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട് ഓപ്പൺ ആകും. ആ രൂപത്തിലാണുള്ളത്. ബൂട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടോ അന്യായ ബൂട്ടാണിത്.
പവർ ടെയിൽ ഗേറ്റ് വന്നിട്ടുണ്ട്. അത് ബേസിന് ഇത് കൊടുത്തും നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു. ഒരു ലേക്ക് നമുക്ക് ടാറ്റയ്ക്ക് കൊടുക്കാം. പാർസൽ ട്രേ വന്നിട്ടുണ്ട്, ഉള്ളിൽ ലൈറ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സ്പേസ് നോക്കിയാൽ 500 ലിറ്ററിൻ്റെ ഒരു ബൂട്ട് സ്പേസ് ആണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് പറയാം. മാസീവ് ബൂട്ടാണ് വന്നുള്ളത്. അത് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ സെഗ്മെൻറ്റ് പലർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും. നമുക്കിതൊരു കോമ്പാക്ട് എസ് യു കാര്യങ്ങളൊന്നും നല്ലൊരു 4300 mm മുകളിൽ നീളം വരുന്നൊരു വാഹനമാണ് കിട്ടുന്നത്. അല്ലാതെ ഒരു കുഞ്ഞു വാഹനം നിങ്ങൾ നെക്സോണായിട്ട് അത്തരത്തിലുള്ള കാറ്റഗറിയിലൊന്നും കമ്പയർ ചെയ്യേണ്ട ഒരു വാഹനമല്ല എന്ന് പറയാം. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയൊരു ബൂട്ട് സ്പേസ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. സ്പെയർ വീലും സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ സൈസ് കുറവാണ്. 16 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. JBL ഒരു സിസ്റ്റം കാണാം. ഫുൾ ഓപ്ഷനിൽ നമുക്ക് 9 സ്പീക്കറോട് കൂടിയുള്ള മനോഹരമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ലഭിക്കുന്നത്. അതുപോലെ സ്പെയർ വീൽ ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു പഞ്ചർ കിറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ ആ രൂപത്തിലാണുള്ളത്. ജസ്റ്റ് ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ ബൂട്ട് ക്ലോസ് ആവുകയും ചെയ്യും. കാരണം ഇവിടെ കണ്ടോ ഇത്രയും വരെ ഓപ്പൺ ആവും. സാധാരണ ഈ ഗ്ലാസ് കാര്യങ്ങൾ മൊത്തത്തിൽ ഈ ഒരു യൂണിറ്റ് എല്ലാം കൂടിയിട്ടാണ് ഓപ്പൺ ആവുക. അതുകൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നു ബേസ് വേരിയൻറ്റ് തന്നെ പവർ ടെയിൽ ഗേറ്റ് ടാറ്റ അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്നതാണ്. കാരണം അത്രയും ഹെവി ആയിരിക്കും. ഇത്രയും വലിയൊരു ബൂട്ട് ലീഡാണ് വന്നിട്ടുള്ളത്. അതിൽ ഗ്ലാസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര ഹെവി ആയിരിക്കും. അപ്പോൾ മനോഹരമായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ട്രക്റ്റ് കാര്യങ്ങളൊക്കെ അതിന് നൽകിയിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ അത് നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ എത്ര വെയിറ്റ് ഉണ്ടെങ്കിലും നമ്മൾ അറിയിക്കാതെ ഒറ്റ ബട്ടണിൽ ആ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ തീർക്കുന്നുണ്ട്. ഇനിയാണ് നമുക്ക് ഉള്ളിലെ കാര്യങ്ങൾ അറിയേണ്ടത്. ഉള്ളിൽ കയറാനായിട്ട് ജസ്റ്റ് ഡോർ ഹാൻഡിൽ ഇവിടെ പ്രസ് ചെയ്യുന്നു, തുറക്കുന്നു. ക്ലാസ് സാധനമാണ് എന്ന് പറയാം. ഡോർ ഹാൻഡിൽ പ്രത്യേകം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ അറിയോ, ഇത് കണ്ടോ, നമ്മൾ ഇത്രയും നോക്കുന്ന സമയത്ത് നോർമൽ ഒരു കാറിൻ്റെ ഡോറല്ലേ, പക്ഷെ അവിടെയും വെച്ച് തീരുന്നില്ല. താഴേക്ക് കണ്ടോ, അതായത് ഡോർ പാഡും കഴിഞ്ഞ് താഴേക്ക് ഒരുപാട് ഡോറിൻ്റെ ഏരിയ വന്ന് കിടക്കുന്നുണ്ട്. മാസീവായിട്ടുള്ളൊരു ഡോറാന്ന് പറയാം. വളരെ നീളം കൂടിയിട്ടുള്ളൊരു ഡോറാണ് വന്നിട്ടുള്ളത്. ഇതാ ഇങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു സൈസ് മനസ്സിലാവുള്ളൂ. ഡോർ പാഡ് നമ്മൾ സാധാരണ ഒരു ഹാച്ച് ബാക്ക് അല്ലെങ്കിൽ ഒരു സെഡാനിലൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു തിയാഗോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഓർമ്മ വരാം ഇങ്ങനെ കാണുന്ന സമയത്ത്. പക്ഷേ എന്നാൽ അങ്ങനെയല്ല, അതിലും വലിയ ഡോറാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഗ്ലോസി ബ്ലാക്ക് എലമെൻ്റാണ് നമുക്ക് ഹാൻഡിലിന് വന്നിട്ടുള്ളത്. 4 പവറിൻ്റെ ഒക്കെ എല്ലാ വേരിയൻറ്റിലും വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്കൊരു ഫാബ്രിക് ടച്ച് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ആംറസ്റ്റിൻ്റെ ഭാഗത്ത് ഇല്ല എന്ന് പറയാം. അവിടെയും കൂടി കൊടുക്കായിരുന്നു എന്ന് തോന്നി. JBL ബാഡ്ജിയും കാര്യങ്ങൾ, ബോട്ടിൽ ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്നത് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് 60/40 സ്പ്ലിറ്റ് സീറ്റ്, അതുപോലെ തന്നെ ആം റെസ്റ്റ്, ലെതർ സീറ്റ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നത് ഫുൾ ഓപ്ഷനിലാണ്. അപ്പോൾ ഈ 60/40 സ്പ്ലിറ്റ് സീറ്റൊക്കെ നമുക്ക് ലോവർ വേരിയൻറ്റ് സെക്കൻഡ് വേരിയൻറ്റിലെങ്കിലും കൊടുക്കായിരുന്നു എന്ന് തോന്നി കേട്ടോ. അതുപോലെ നമുക്ക് ഈ ഒരു വേരിയൻറ്റ് മുതൽ 2 സ്റ്റെപ്പ് റിക്ലൈൻ ചെയ്യാനും സാധിക്കും. ഇതാണ് ഒരു സെറ്റ്. ഒന്നും കൂടി ബാക്കിലേക്കും കൂടി അങ്ങനെ 2 സ്റ്റേജ് നമുക്ക് റിക്ലൈൻ ആംഗിൾ കൂടി ഈ ഒരു ഫുൾ ഓപ്ഷനിൽ വരുമ്പോൾ 60/40 സ്പ്ലിറ്റ് സീറ്റ് ആകുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം. ഉള്ളിലുള്ള സ്പേസ് നോക്കുകയാണെങ്കിൽ ഈ രൂപത്തിലാണ് നമുക്ക് കംഫർട്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ല രീതിയിൽ പുറകിലേക്ക് ഇട്ട സീറ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് തൈ സപ്പോർട്ട് ഒരു പൊടിക്ക് കുറവാണ് എന്ന് പറയാം. കാരണം എന്ന് വെച്ചാൽ ബാറ്ററി പാക്കൊക്കെ ഇവിടെ വരുന്നതുകൊണ്ട് തന്നെ ഉയർന്നിട്ടാണ് പ്ലാറ്റ്ഫോം വന്നിട്ടുള്ളത്. അതുകൊണ്ട് കുറച്ച് തൈ സപ്പോർട്ട് കുറവുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ബാക്കി ലെഗ് റൂം, നീ റൂം കാര്യങ്ങളെല്ലാം ഞാൻ ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഹെഡ് റൂം ആണെന്നുണ്ടെങ്കിലും പാനോമിക് റൂഫ് വന്നിട്ട് കൂടി നമുക്ക് ഇഷ്ടംപോലെ ഹെഡ് റൂം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഷോൾഡർ റൂം ഇഷ്ടംപോലെയുണ്ട്. വീതിയൊക്കെ നല്ല വീതിയുണ്ട് കേട്ടോ. അപ്പോൾ 2 പേർക്കോ പരമസുഖമായിട്ട് ഇരുന്ന് എത്ര ദൂരം വേണമെങ്കിലും യാത്ര ചെയ്യാം. 3 പേർക്കാണെന്നുണ്ടെങ്കിൽ സെൻട്രലിൽ ഇരിക്കുന്ന ആൾ ആ ഒരു ആംറസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് റിയർ AC വെൻ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് പുറകിലേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്ക് ഇത്തിരി ആ ഒരു ലെഗ് റൂമിൻ്റെ പ്രശ്നം വരുമെന്നുള്ളത്. എന്തായാലും 5 പേർക്കൊക്കെ സാധാരണ കാറുകളിലേതുപോലെ യാത്ര ചെയ്യാമെന്ന് പറയാം. 45 വാട്ടിൻ്റെ ഒരു പവർ സോക്കറ്റ് നമുക്ക് C ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. പുറകിലേക്ക് മാത്രമല്ല മുന്നിലും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ബേസ് വേരിയൻറ്റിൽ ഉണ്ടാവില്ല. നമുക്ക് അക്കംപ്ലിഷ് മുതലുള്ള വേരിയൻറ്റിൽ, രണ്ടാമത്തെ വേരിയൻറ്റ് തൊട്ട് അങ്ങനെ എല്ലാവർക്കും അത്തരത്തിലുള്ളൊരു ഫീച്ചർ കൂടി വന്നിട്ടുണ്ട്. എയർ ബാഗിൻ്റെ ബാഡ്ജിങ് കാണാം. 6 എയർ ബാഗൊക്കെ നമുക്ക് ബേസ് വേരിയൻറ്റ് മുതൽ വന്നിട്ടുണ്ട്. പാനോമിക് റൂഫ് വരുന്നുണ്ടായിരുന്നത് ഇവിടെയാണ് നമുക്ക് മാപ്പ് ലാംപ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. പാനോമിക് റൂഫ് ഏത് വേരിയൻറ്റിലാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ, അത് വിട്ടുപോയി. പാനോമിക് റൂഫ് നമുക്ക് വരുന്നത് അക്കംപ്ലിഷ്ഡ് പ്ലസ് എന്ന് പറയുന്ന 3ാമത്തെ വേരിയൻറ്റിലാണ് നമുക്ക് പാനോമിക് റൂഫ് പുറകിൽ വരെ എത്തി നിൽക്കുന്നുണ്ട് എന്ന് പറയുന്ന രൂപത്തിൽ ലഭിക്കുന്ന കേട്ടോ. ആദ്യത്തെ 2 വേരിയൻറ്റിൽ നമുക്ക് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റിയർ സീറ്റിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമുക്കിനി ഡ്രൈവർ സൈഡ് ഒന്ന് കയറി നോക്കാം. ഡ്രൈവർ സൈഡ് കയറുന്ന സമയത്ത് ഒരുപാട് ഫീച്ചേഴ്സ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ഫീച്ചേഴ്സും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഡോർ പാഡ് നമ്മൾ പുറകിൽ കണ്ട പോലെ തന്നെയാണ്. നമുക്ക് 4 പവർ വിൻഡോയുടെ കൺട്രോൾസ് കാര്യങ്ങളും ORMൻ്റെ ഇലക്ട്രിക് അഡ്ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അംബ്രല്ല ഹോൾഡർ, അതുപോലെ തന്നെ ബോട്ടിൽ ഹോൾഡേഴ്സ്, ഇതൊക്കെ നമ്മൾ ഒരുപാട് ടാറ്റ വാഹനങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. ആ ടൈപ്പ് തന്നെയാണ് ഇവിടെയും. വ്യത്യസ്തമല്ല സ്ഥിതി. ആ ഒരു ഡോർ പാഡ് കഴിഞ്ഞിട്ടും മെറ്റലിൻ്റെ ഭാഗം താഴേക്ക് നമുക്ക് കാണാൻ സാധിക്കും. കാരണം വളരെ നീളം കൂടിയിട്ടുള്ളൊരു ഡോറാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് പറയാം. ഡ്രൈവർ സീറ്റ് നോക്കുകയാണെങ്കിലുണ്ടല്ലോ 6 വേ പവർ അഡ്ജസ്റ്റാണ് വന്നുള്ളത്. അത് ഡ്രൈവർക്ക് മാത്രമല്ല നമ്മുടെ ഡ്രൈവർക്ക് കൂടി വരുന്നത് 6 വേ പവർ അഡ്ജസ്റ്റാണ്. ഫ്രണ്ടിൽ 2 സീറ്റുകളും വന്നിട്ടുള്ളത്. 2 സീറ്റ് നമുക്ക് വെന്റിലേറ്റഡ് ഫംഗ്ഷൻ വരുന്നത്. ഇതൊക്കെ ഫുൾ ഓപ്ഷനിലേ ഉള്ളൂ എന്ന് മാത്രം. പക്ഷേ എല്ലാ ലക്ഷറി ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്.
പിന്നെ ലെതർ സീറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഫുൾ ഓപ്ഷനിൽ തന്നെയാണ് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഒരു വൈറ്റ് ആണ് നമുക്ക് ഇതിൻ്റെ ഡിസൈൻ. മൊത്തത്തിൽ ഇതിൻ്റെ ഇൻറ്റീരിയറിനൊക്കെ നമുക്ക് കളർ കോമ്പിനേഷൻ ഒരു വേരിയൻ്റ് അനുസരിച്ച് ചെറിയ രൂപത്തിലൊക്കെ മാറുന്നുണ്ട്. മൊത്തത്തിലല്ല, ഇപ്പോൾ ഇതിൽ ഈ വൈറ്റ് പാർട്ട് കാണുന്നിടത്തൊക്കെ വേറെ വേറെ കളേഴ്സ് കാര്യങ്ങളൊക്കെ വേരിയൻ്റ് വൈസ് മാറുന്നുണ്ട്. നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള വാഹനങ്ങൾ. സ്റ്റിയറിംഗ് വീല് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ഒരു പ്രീമിയം ഫീൽ കിട്ടിയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ എന്തായാലും പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് നമുക്ക് എല്ലാ വേരിയൻറ്റിലും വരുന്നത്. ഇവിടെയാണ് അതിൻ്റെ കൺട്രോൾ വന്നിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് ഓണാക്കാം. പവർ അപ്പ്. ഓക്കെ, അതാ ടാറ്റ മോട്ടോഴ്സ് എന്നൊക്കെ എഴുതി മനോഹരമായിട്ടുള്ള IRA എന്ന് പറയുന്ന കണക്ടിവിറ്റിയുടെ ഫീച്ചറും നമ്മുടെ 10 ഇഞ്ചിൻ്റെ TFT മോണിറ്ററൊക്കെ മനോഹരമായിട്ട് ഓണായി വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ല അല്ലേ? മൊത്തത്തിൽ ഒരു തിയേറ്ററിൽ പോയ ഒരു ഫീല് മൊത്തത്തിൽ അങ്ങനെ ലൈറ്റപ്പ് ചെയ്ത് വന്ന് വേറെ ഏതോ ലോകത്തിലേക്ക് നമ്മൾ കയറി ഇരുന്ന പോലെയാണ് ഈ ഒരു സ്ക്രീനുകളിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അവിടെ ഇൻഫോടൈൻമെൻറ്റ് സ്ക്രീൻ ഉണ്ട്, അതുപോലെ MID വരുന്നുണ്ട്. പിന്നെ അതെ നമ്മുടെ സ്മാർട്ട് സ്റ്റിയറിംഗ് വീലും കൂടി ആയപ്പോഴേ മൊത്തത്തിൽ ലൈറ്റപ്പ് ചെയ്ത് വരുന്നതാണ്. ഇത് പിന്നെ ഫിജിറ്റൽ എന്ന് പറയുന്ന ടച്ച് പാനലും എല്ലാം കൂടി ഒരു രക്ഷയില്ല എന്ന് പറയാം. തൊട്ടടുത്ത് കൂടെ ആട് പോയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 360 ക്യാമറ ഓൺ ആയതാണ്. ഇൻ്റലിജൻ്റ് ആണ് കർവ് എന്നുള്ളത്. അപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പോൾ എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് തന്നെ നോക്കി തുടങ്ങാം. നമുക്ക് സ്മാർട്ട് സ്റ്റിയറിംഗ് വീൽ ഇത്തരത്തിൽ ലോഗോ ഒക്കെ ഇലിമിനേറ്റ് ചെയ്ത് വരുന്നതൊക്കെ ബേസ് വേരിയൻറ്റ് മുതൽ വന്നിട്ടുണ്ട്. അതിൽ സ്റ്റിയറിംഗിൽ കൺട്രോൾസും ബേസ് വേരിയൻറ്റ് മുതൽ വന്നിട്ടുണ്ട്. സ്റ്റിയറിംഗും നമുക്ക് ലെതർ റാപ്പ് കാര്യങ്ങൾ രണ്ടാമത്തെ വേരിയൻറ്റിൽ അക്കംപ്ലിഷ് എന്ന് പറയുന്ന രണ്ടാമത്തെ വേരിയൻറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾ നമുക്ക് എല്ലാ വേരിയൻറ്റിലും ബേസ് വേരിയൻ്റ് അടക്കം നമുക്ക് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലെതർ റാപ്പ് വെച്ച് ബാക്കി ഈ ലുക്ക് കാര്യങ്ങൾ ടച്ച് കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാ വേരിയൻറ്റിലും കൊടുത്തിട്ടുണ്ട്. ടിൽറ്റ് സ്റ്റിയറിംഗ് മാത്രമാണ് ടെലിസ്കോപ്പിക് ഫംഗ്ഷൻ കൊടുത്തിട്ടില്ല എന്ന് പറയാം. ഇനി MIയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നോർമൽ നമുക്ക് ബേസ് വേരിയൻറ്റിലൊക്കെ ഒരു 7 ഇഞ്ചിൻ്റെ TFT ക്ലസ്റ്ററാണ് നമുക്ക് ലഭിക്കുക. പക്ഷേ നമ്മളിപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു 10 ഇഞ്ചിൻ്റെ ഡിജിറ്റൽ കോക്പിറ്റാണ്. അതിൽ നമുക്ക് നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ അടക്കമുള്ള നിരവധി കാര്യങ്ങളും ഒരുപാട് ഇൻഫർമേഷൻസും അറിയാം. അപ്പോൾ ഈ ഒരു നിൽക്കുന്ന രൂപത്തിൽ തന്നെ നമുക്കിവിടെ റേഞ്ച് കാണിക്കുന്നുണ്ട്, ട്രിപ്പ് ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്, അതുപോലെ ആവറേജ് എനർജി കൺസപ്ഷൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. അപ്പോൾ സിറ്റി ഡ്രൈവ് മോഡിലാണുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ കാണാൻ സാധിക്കും. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുള്ളത് ഇവിടെ പ്രസ് ചെയ്താൽ മീഡിയ, നാവിഗേഷൻ, മാപ്പ് വരെ നമുക്ക് ഇൻഫർടൈൻമെൻറ്റിലല്ല കാണാം, ഈ ഒരു സ്ക്രീനിലാണ്. നമ്മുടെ ഈ ഒരു MIDയിലാണ് നമുക്ക് മാപ്പ് വരെ കാണാം. അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് ഓടിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് ഇടക്ക് തിരിഞ്ഞ് നമ്മുടെ ഡിസ്ട്രാക്റ്റും വരില്ല. ഇതിൽ തന്നെ നമുക്ക് നോക്കി മാപ്പൊക്കെ കണ്ട് ഓടിക്കാമെന്നുള്ളതാണ് അതിൻ്റെയൊക്കെ ഫീച്ചർ വന്നുള്ളത്. അതൊക്കെ നമ്മൾ ഓൾറെഡി മുന്നുള്ള നമ്മുടെ പഞ്ചീവിയിലും നെക്സോണിലൊക്കെ കണ്ടിട്ടുള്ളത് തന്നെയാണ്. എന്തായാലും അടിപൊളിയാണെന്ന് പറയാം. ജസ്റ്റ് എന്തായാലും ഇത് പെട്രോളല്ലോ, സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ നിർത്താം നമുക്ക്. ഓക്കെ, ഇപ്പോൾ പോകാൻ റെഡി ആയിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. റീജനറേഷൻ മോഡ്. പാഡൽ ഷിഫ്റ്റേഴ്സിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയത്. പാഡൽ ഷിഫ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. ഷിഫ്റ്റേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഷിഫ്റ്റേഴ്സ് പോലെ റീജനറേഷൻ ആണ് ഇതിൽ വർക്ക് ആവപ്പെടെ ഇവിടെ ഉണ്ട്. L1 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ റീജനറേഷന് 3 ലെവൽ വരുന്നുണ്ട്. ഇപ്പോൾ L2, L3. അപ്പോൾ അതിന് 3 ലെവൽ നമ്മൾ പ്ലസും മൈനസും ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഈ പാഡിൽ ഷിഫ്റ്റേഴ്സ് വെച്ചിട്ടാണ് എന്ന് പറയാം. അതിൽ ഒരുപാട് കാര്യങ്ങൾ അഡാസ് വരുന്ന വാഹനമായതുകൊണ്ട് ഫുൾ ഓപ്ഷനിൽ അഡാസ് വരുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നത്. ഫുള്ളി ലോഡറാണ് ഈ ഒരു ക്ലസ്റ്റർ എന്ന് പറയാതിരിക്കാനാവില്ല. ഇനി അടുത്ത് പറയാനുള്ളത് നിങ്ങളുടെയൊക്കെ കണ്ടുപോയിട്ടുള്ള ഈ ഒരു സ്ക്രീനിലേക്കാണ്. 12 ഇഞ്ചിൻ്റെ ഒരു സിനിമാറ്റിക് സ്ക്രീൻ എന്നാണ് നമ്മുടെ ടാറ്റയിൽ വിശേഷിപ്പിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ് കേട്ടോ. 12 ഇഞ്ചിൻ്റെ വളരെ വലിയൊരു സ്ക്രീനാണ്. മനോഹരമായിട്ടുണ്ട് എന്ന് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്കറിയാം. അതിൽ ഒരു ലോഡ് ഫീച്ചേഴ്സും വന്നിട്ടുണ്ട്. JBL സ്പീക്കർ പറയുമ്പോൾ ഡോറിലൊക്കെ ഉണ്ടല്ലോ. അതെ, നമ്മളിപ്പോൾ ഈ ഡോർ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സ്പീക്കർ ഉണ്ട്, ഇവിടെ ഒരു ട്വീറ്റർ ഉണ്ട്, ഇവിടെ ഒരു ട്വീറ്റർ ഉണ്ട് പില്ലറിലായിട്ട്. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് 2 ട്വീറ്റർ കാര്യങ്ങൾ, അങ്ങനെയാണ് മൊത്തത്തിൽ 9 സ്പീക്കറോളം വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്തരത്തിൽ 12 ഇഞ്ചൊക്കെ നമുക്ക് എംബോർഡ് എന്ന് പറയുന്ന ഫുൾ ഓപ്ഷനിലാണ് ലഭിക്കുന്നത്. ഇതിന് താഴെ അക്കംപ്ലിഷിലേക്ക് വരുമ്പോൾ അത് 10 ഇഞ്ചായിരിക്കും. സ്റ്റാർട്ടിങ് ബേസ് വേരിയൻറ്റിൽ അത് 7 ഇഞ്ചാണ്. ആ രൂപത്തിലാണ് നമുക്ക് സ്ക്രീനിൻ്റെ സൈസ് വരുന്നത്. ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഒരുവിധം എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാമറയൊക്കെ ഓൾറെഡി കണ്ടല്ലോ. ക്യാമറയുടെ ക്വാളിറ്റി ഒന്നും എല്ലാത്തിനും ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ ബേസ് വേരിയൻറ്റ് പോയിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫീച്ചേഴ്സൊക്കെ ഈ ഒരു ഏരിയയിൽ ഫീച്ചേഴ്സ് പറയാൻ നിന്നുണ്ടല്ലോ, 1 മണിക്കൂർ പറഞ്ഞാലും തീരാത്ത ഫീച്ചേഴ്സ് ഈ 2 സ്ക്രീനിൽ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഫാസ്റ്റാക്കി പറഞ്ഞു പോകുന്നത്. എന്തായാലും ക്യാമറയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ക്യാമറ ഒന്നും നമുക്കിപ്പോൾ പ്രത്യേകിച്ച് കാണിക്കാനല്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എത്രത്തോളം സ്മാർട്ടാണ് നമ്മുടെ ടാറ്റ ആ കാര്യത്തിൽ എന്നുള്ളതൊക്കെ പക്ക. വേറെ എവിടെയും നോക്കണം. നമുക്ക് ഇനി മൊത്തം ഗ്ലാസ്സൊക്കെ അടച്ചു വെച്ചാലും ഈ സ്ക്രീന് മാത്രം നോക്കിക്കൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അത്രയും ക്ലാരിറ്റി അല്ലെങ്കിൽ അത്രയും പ്രിസിഷനോട് കൂടിയിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഒരു വ്യൂ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് എന്നുള്ളതാണ്. JBLൻ്റെ മോഡ് അത്തരത്തിൽ ഹൈ എൻഡ് ആണ്, ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിലൊന്നും ഒരു ബ്രാൻഡും തരുന്നില്ല. ടച്ച് സ്ക്രീൻ അല്ലെങ്കിൽ മ്യൂസിക് പ്ലെയർ സിസ്റ്റം കാര്യങ്ങൾ എന്ന് പറയാം. അതിലപ്പുറം ഞാനൊന്നും പറയണ്ടല്ലോ. നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പോവാം. ഇവിടെയൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഏകദേശം നെക്സോൺ പോലെയൊക്കെ ഫീൽ ചെയ്യും. ഈ ഒരു പാർട്ടൊക്കെ നമുക്ക് പിന്നെ ഈ ഒരു AC വെൻ്റ് ഒക്കെ ആ രൂപത്തിനാണ്. പിന്നെ ഇവിടെ ആംബിയൻ ലൈറ്റിംഗ് ആണ് കേട്ടോ. ആംബിയൻ ലൈറ്റിംഗ് ഒക്കെ നമുക്ക് വരുന്നത് എംപവേർഡ് എന്ന് പറയുന്ന ഫുൾ ഓപ്ഷനിൽ മാത്രമാണ്. അത് മൾട്ടി കളർ കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ നമുക്ക് ഈ ഒരു ടച്ച് സ്ക്രീൻ വെച്ച് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞത് ഫിജിറ്റൽ എന്ന് പറയുന്നത്. ഇവിടെയാണ് ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് AC കാര്യങ്ങൾ ലഭിക്കുന്നതും അതുപോലെ ബൂട്ട് ഓപ്പൺ, ഹിൽ ഹോൾഡ് കൺട്രോൾ, ഡീഫോഗർ, നമ്മുടെ ചാർജിങ് പോർട്ടിൻ്റെ
ഓപ്പണർ, 360 ക്യാമറ, ലോക്ക് അൺലോക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്. ജസ്റ്റ് ടച്ച് ചെയ്താൽ മാത്രം മതി എന്നുള്ളതാണ് അവിടെ വരുന്നൊരു കാര്യം. പിന്നെ ഇവിടെ നമുക്ക് 12 വാട്ടിൻ്റെ ചാർജ് സോക്കറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ 45 വാട്ടിൻ്റെ സി ടൈപ്പ് ചാർജിംഗ് പോർട്ട്, USB പോർട്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്മാർട്ട് ഡിജിറ്റൽ ഷിഫ്റ്റർ. റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, പാർക്ക് എന്നിങ്ങനെയുള്ളത് കാണാം. ജസ്റ്റ് ഇതിലിങ്ങനെ പിടിച്ചാൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് ഡ്രൈവിലേക്കും റിവേഴ്സും ന്യൂട്രൽ ഒക്കെ ആക്കാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ ഡ്രൈവ് മോഡ്സ്, സിറ്റി, ഇക്കോ എന്നിങ്ങനെയുള്ള. ഇതൊക്കെ നമ്മൾ ഒരുപാട് ടാറ്റ വാഹനങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഇത് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് നമുക്ക് ബേസ് വേരിയൻ്റ് മുതൽ കൊടുത്തിട്ടുണ്ട്. വിത്ത് ഓട്ടോ ഹോൾഡ് ഫംഗ്ഷനോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനൊന്നും വേരിയൻ്റ് വൈസ് കണക്ക് പറയാൻ നിന്നിട്ടില്ല ടാറ്റ എന്ന് പറയാം. ഇവിടെ വയർലെസ് ചാർജിങ് പാഡ് വന്നിട്ടുണ്ട്, ഒരു ആംറസ്റ്റ് വന്നിട്ടുണ്ട്, അതിന് താഴെ സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആംറസ്റ്റൊക്കെ നമുക്ക് എല്ലാ വേരിയൻറ്റിലും വരുന്നതാണ്. വയർലെസ് ചാർജിങ് പാഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അക്കംപ്ലിഷ് പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റ്, മൂന്നാമത്തെ വേരിയൻറ്റിലാണ് നമുക്ക് വയർലെസ് ചാർജിങ് പാഡ് ലഭിക്കുന്നത് എന്ന് പറയാം. ഇനി ഗ്ലോ ബോക്സിൽ കൂളിംഗ് ഫംഗ്ഷൻ വന്നിട്ടുണ്ട്, അതിൽ ലൈറ്റ് കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാം. അത് രണ്ടാമത്തെ വേരിയൻറ്റിൽ അക്കംപ്ലിഷ് മുതലാണ് ആ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ലഭിക്കുന്നത്. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഓട്ടോ ഡിമ്മിങ് IRM വന്നിട്ടുണ്ട്. ഫുൾ ഓപ്ഷനാണ് നമുക്ക് ഓട്ടോ ഡിമ്മിങ് ലഭിക്കുക. ബാക്കിയുള്ളതിലൊക്കെ മാനുവൽ ഡിമ്മിങ് ആയിരിക്കും വരുന്നത്. ഫ്രണ്ടിൽ വൈറ്റ് പ്രകാശത്തോടുകൂടിയുള്ള മാപ്പ് ലാമ്പ് കാണാം. പാനറോമിക് റൂഫ് കണ്ടില്ലല്ലോ, അതാണ് നമ്മുടെ പാനറോമിക് റൂഫ് വരുന്നത്. അത് വോയിസ് ഇനേബിൾ കാര്യങ്ങൾ അത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫീച്ചർ ലോഡായിട്ടുള്ള, ഫീച്ചർ കുത്തി നിറച്ചിട്ടുള്ള നമ്മുടെ ടാറ്റ കർവ് പക്ക പ്രീമിയം കാർ. ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്കിനി ബാറ്ററിയുടെ നമ്മുടെ റേഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണ്ടേ, പവറൊക്കെ അറിയണ്ടേ. അപ്പോൾ കർവിൻ്റെ ഒരു ഹുഡ് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇൻസുലേഷൻ കാര്യങ്ങൾ കാണാൻ സാധിക്കും. പിന്നെ ഇതിനകത്ത് നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട്. ഫ്രങ്ക് എന്ന് പറയുന്നത് ഒരു 11.6 ലിറ്ററിൻ്റെ 5 കിലോ വരെ ഭാരം കയറ്റാവുന്ന ഒരു സ്പേസ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ചാർജർ പോലത്തെ കാര്യങ്ങളും ഭാരം കുറവുള്ള എന്തെങ്കിലുമൊക്കെ സ്റ്റോറേജ് ഏരിയ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുമെന്ന് പറയാം. അപ്പോൾ ബാറ്ററി പാക്കിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു നമുക്ക് 2 ടൈപ്പ് വരുന്നുണ്ട്. അതായത് ഒരു 45 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ 55 കിലോ വാട്ടിൻ്റെ വരുന്നുണ്ട്. 45 കിലോ വാട്ട് പറഞ്ഞ ഒരു ഫുൾ ചാർജിൽ 502 കിലോമീറ്ററാണ് ക്ലെയിം ചെയ്ത റേഞ്ച് വരുന്നത്. ഏകദേശം പവറൊക്കെ നോക്കുകയാണെങ്കിൽ 150 PS 210 Nm ടോർക്കാണ് ആ ഒരു ബാറ്ററി പാക്കിൽ നമുക്ക് അത് സപ്പോർട്ട് ചെയ്യാതെ. ബേസ് വേരിയൻറ്റിലും കിട്ടും, ആദ്യത്തെ 3 വേരിയൻറ്റിൽ കിട്ടും. ബേസ് വേരിയൻറ്റും അക്കംപ്ലിഷ് പ്ലസ് എസ് എന്ന് പറയുന്ന 3 വേരിയൻറ്റിൽ നമുക്ക് ആ ഒരു വാഹനം വാങ്ങാനായിട്ട് പറ്റും. പിന്നെ ഉള്ളത് 55 കിലോ വാട്ടിൻ്റെ ആണ്. അത് ഫുൾ ചാർജിൽ 580 കിലോമീറ്ററാണ് ക്ലെയിം ചെയ്ത റേഞ്ച് പറയുന്നത്. നെക്സോൺ 45 ആണ് കേട്ടോ. അതായത് മാക്സിമം നമുക്ക് ഉണ്ടായിരുന്ന ടാറ്റയുടെ ലൈനപ്പിൽ പറഞ്ഞ നെക്സോണിലായിരുന്നു ഏറ്റവും റേഞ്ചുള്ള ഒരു വാഹനം. അത് 45 കിലോ വാട്ടാണ്, ഏകദേശം 400 റേഞ്ചിലൊക്കെയാണ് നമുക്ക് റേഞ്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. ഇതാണ് ഇപ്പോൾ ഏറ്റവും ടോപ്പ് 55 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കോട് കൂടി വന്നിട്ടുള്ളത്. 580 കിലോമീറ്റർ ഫുൾ ചാർജിൽ ഓടുമെന്നാണ് കമ്പനി പറയുന്നത്. അതിൻ്റെ പവറും മാറ്റമാണ്, 167 PS 210 Nm ടോർക്കാണ്. ഏകദേശം പവർ ചെറിയ രൂപത്തിലാണ് മാറ്റുള്ളൂ, റേഞ്ചാണ് പ്രധാനമായിട്ട് മാറ്റം. പവർ നോക്കുകയാണെങ്കിൽ നമുക്ക് 45 കിലോ വാട്ടിൻ്റെ വാഹനം ഒരു 9 സെക്കൻഡ് കൊണ്ട് 0 to 100 എടുത്തെങ്കിൽ ഇത് നമുക്ക് ഏകദേശം ഒരു 8.6 സെക്കൻഡ് കൊണ്ടൊക്കെ 0 to 100 എടുത്തു. അത്രയാണ് പെർഫോമൻസിൽ ഒരു 4 സെക്കൻഡ് മാറ്റമൊക്കെ അത്തരത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് വരുന്നുള്ളൂ എന്ന് പറയാം. ഇനി ചാർജിങ് ഓപ്ഷൻസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 70 കിലോ വാട്ട് വരെയുള്ള പവർ നമുക്കിതിനെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളതാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഏകദേശം 40 മിനിറ്റ് മതി. 10% ഒരു വണ്ടി കൊണ്ട് നമ്മൾ ചാർജ് സ്റ്റേഷനിൽ പോയാൽ അത് 80% ആക്കാൻ വെറും 40 മിനിറ്റ് മതി എന്നുള്ളതാണ്. ഇനി വീട്ടിലെ അവസ്ഥകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ മൊബൈൽ ചാർജൊക്കെ ചെയ്യുന്ന വാഹനത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 20 മണിക്കൂറിൻ്റെ അടുത്തൊക്കെ ചാർജ് ചെയ്യണം. അതല്ലാതെ തന്നെ നമുക്ക് വാൾ മൗണ്ട് ചാർജർ വരുന്നുണ്ട്, ഒരു 7.2 കിലോ വാട്ടിൻ്റെ. അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 45 കിലോ വാട്ടിൻ്റെ ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ ഒരു 6.5 മണിക്കൂറും, ഇതാണ് 55 കിലോ വാട്ടാണെങ്കിൽ ഒരു 7.5 മണിക്കൂറിലേക്ക് ഫുൾ ചാർജ് ആക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 580 ഒക്കെ കമ്പനി പറയുമ്പോൾ ഞാൻ 80 മാറ്റി നിർത്തിയാൽ 500 കിലോമീറ്റർ ഫുൾ ചാർജിൽ ഓടുക എന്ന് പറഞ്ഞാൽ വർത്തായിട്ടുള്ളൊരു കാര്യമെന്ന് പറയാം. ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴാണ് അൺവീൽ ചെയ്തത്. ഓൾ ഇന്ത്യ ലോഞ്ചും ഇന്നാണ് കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് ഓൺ റോഡ് പ്രൈസ് വന്നിട്ടില്ല, എക്സ്ഷോറും പ്രൈസാണ് വന്നിട്ടുള്ളത്. എന്തായാലും ബേസ് വേരിയൻ്റ് ഒക്കെ ഏകദേശം ഓൺ റോഡ് പ്രൈസ് വരാൻ സാധ്യത 20 ലക്ഷത്തിന് മുകളിലേക്കാണ്. അത് മുതൽ നമുക്ക് ക്രിയേറ്റീവ് എന്ന് പറയുന്ന ബേസ് വേരിയൻറ്റ് കിട്ടിത്തുടങ്ങും. ആ രൂപത്തിലാണ് കണക്കുകൾ. ഏകദേശം 17.5 ലക്ഷമൊക്കെയാണ് അതിൻ്റെ ഇൻട്രൊഡക്ടറി പ്രൈസ് ആയിട്ട് ബേസ് വേരിയൻറ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ പ്രൈസിൽ എക്സ്ഷോറും ആണെങ്കിൽ പോലും ഞാൻ താഴെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റും എത്രത്തോളം പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ വേരിയൻറ്റും കറക്റ്റ് അവർ ഓർഡറൊക്കെ മനസ്സിലാക്കാൻ അത് നോക്കിയാൽ മതി. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ എങ്ങനെയുണ്ട് കർവ്? അടിപൊളിയല്ലേ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വൈകാതെ തന്നെ നമുക്ക് പെട്രോൾ ഡീസൽ വണ്ടികളൊക്കെ വരുമ്പോൾ അതിന് വീഡിയോ ചെയ്യാം. പിന്നെ വണ്ടി ഓടിച്ചിട്ടൊന്ന് വീഡിയോ ചെയ്യണം. അപ്പോൾ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ഇൻഫർമേഷൻസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇതൊരു 1 മണിക്കൂർ വീഡിയോ ആവും എന്നുള്ളതുകൊണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ആണ് ഒരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം. ബൈ ബൈ.